ഹായ് ഗൈസ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ വെച്ചാൽ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഭയങ്കര തടിയായിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി അതിലേറെ തടിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, അതായത് ഞാൻ ഭയങ്കര തടിയാണ്, അല്ലെങ്കിൽ നല്ല ഹൈറ്റാണ്, അപ്പം ഈ അസംബ്ലിയിലൊക്കെ എപ്പോഴും ഞാൻ പുറകിലാണ്, അങ്ങനെയൊക്കെ ഒരു വിഷമവും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെയല്ലേ കറുത്തിട്ടും വെളുത്തിട്ടും നീണ്ടിട്ടും തടിച്ചിട്ടും അങ്ങനെ ഒക്കെയാണ് ആളുകളുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളതൊരു വിഷമാക്കി വിചാരിക്കേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ വന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒന്ന് ജീൻസോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഷർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കുർത്താസൊക്കെ അല്ലേ, ഷോർട്ട് കുർത്താസൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് പോകുമ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ബോറായിട്ടാണോ നോക്കുന്നത്, അല്ല നല്ല രീതിക്കാണ് നോക്കുന്നത് എന്നുള്ള ചിന്തിക്കുന്നില്ല. അപ്പോഴും കോൺഫിഡൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എന്താ ബോറായതുകൊണ്ടാണോ അവർ നോക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് നാട്ടിൻ പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ഇടുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും, അയ്യോ അത് ഓവർ ആയതുകൊണ്ട് ഇവർ നോക്കുകയാണോ, നമ്മളെ കളിയാക്കുന്ന രീതിയിൽ നോക്കുകയാണോ, എങ്ങനെയൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഡിഗ്രി ഒക്കെ ആയി അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി തുടങ്ങി ആ സമയത്തൊക്കെ എന്നെക്കാട്ട് തടിയുള്ള ആളുകൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടി ചെറിയ ഡ്രസ്സുകളും ഷോർട്ട് ഡ്രസ്സുകളാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഒക്കെ അവർ നല്ല രീതിക്ക് ചെയ്ത് സുന്ദരിമാരായിട്ട് ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ വരാറുണ്ട് നമ്മുടെ ക്ലാസ്സിലായാലും എങ്ങനെയായാലും. അപ്പോൾ എനിക്ക് ചെറിയൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു, കുഴപ്പമില്ല, നമ്മളും ഓക്കെയാണ്. അത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നല്ല പോലെ തടിയുള്ള ആളുകൾ ചെറിയ ഡ്രസ്സുകളും നല്ല പോലെ മേക്കപ്സും അല്ലെങ്കിൽ അവർ ഡാൻസ് വരെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് അവർ ഡാൻസ് വരെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താണ് നമുക്കും എന്തിനാണ്, അതായത് എനിക്ക് ഞാൻ ഓക്കെ ആണെങ്കിൽ, എനിക്ക് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ എന്തിനാണ് ഞാൻ മറ്റുള്ള ആളുകളുടെ കാര്യം നോക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് ഞാനിപ്പോൾ ജീൻസും ചെറിയ ഷർട്ടും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആഫ്റ്റർ ഡെലിവറി അമ്മമാർക്ക് അറിയാൻ പറ്റും, നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത് ഫീഡിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കും. അതധികം ചുരിദാറുകളായിട്ടോ അല്ലെങ്കിൽ ലോങ് ടോപ്പുകളായിട്ടോ ഒക്കെയാണ് ഫീഡിങ്, സിബ് വരുന്ന സൈഡ് സിബ് ആണെങ്കിലും അല്ലെങ്കിൽ ബട്ടൺസ് വരുന്ന അങ്ങനത്തെ ഡ്രസ്സുകളായിരിക്കും മാക്സിമം അമ്മമാർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീനെക്കാട്ട് കൂടുതൽ നമ്മൾ പിള്ളേരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഓർത്തു, മോളെ കൂട്ടാതെ ഒരു വഴിക്ക് പോവുകയാണ്, അപ്പോൾ പഴയ ജീൻസോ ഷർട്ടൊക്കെ ഇട്ട് നോക്കിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പം ഇതൊക്കെ പറഞ്ഞു വന്നത്. പിന്നെ ഞാൻ ഐശ്വര്യ റോയാണ്. സോ അപ്പോൾ പിന്നെ ഞാൻ അധികം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ഓവർ തടിയായിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി എന്നോട് പറയുന്നൊരു കാര്യമാണ്, നീ ഇപ്പോൾ എത്ര തടിച്ചാലും നീ എനിക്ക് സുന്ദരിയാണ്. അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി എല്ലാ അമ്മമാരും അങ്ങനെ തടിച്ചിരിക്കുന്നതാണ്. ഫീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോള് ഒന്ന് ജസ്റ്റ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തടിയൊക്കെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും കുറച്ച് എന്നെ ഓക്കെ ആക്കാൻ നോക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി പരമായിട്ട് അമ്മയും ഒക്കെ തടിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ശരീരപ്രകൃതി അങ്ങനെയാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടും കുറച്ച് തടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ കളിയാക്കുന്ന ആളുകളോട് എൻ്റെ വീട്ടിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തരുന്നുണ്ട്, സോ തടിക്കുന്നുണ്ട്. കളിയാക്കുന്ന ആളോട് മാത്രമാണ്, അല്ലാതെ എനിക്ക് കുറച്ച് സുന്ദരിയാണ് ഇപ്പോഴും, എന്നാലും സ്ലിമ്മായിട്ട് ഇരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഫീഡിങ് ടൈം ആകുമ്പോൾ കുറച്ചധികം വിശപ്പ് കൂടുതലാണ്. അത് നമ്മുടെ ഈ അമ്മമാർക്ക്, അതായത് ചെറിയ പിള്ളേരുള്ള അമ്മമാർക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനി കോൺഫിഡൻസ് ഇല്ലാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മക്കളെ നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ അടിപൊളിയാണ്, മറ്റാരെക്കാട്ടും നിങ്ങളാണ് സൂപ്പർ എന്നുള്ളൊരു കോൺഫിഡൻസ് വെക്കുക. എന്നിട്ട് മറ്റാരെയും ദ്രോഹിച്ചുകൊണ്ടല്ലോ ഞാൻ എൻ്റെ രീതിക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കി എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ആരെയും പേടിക്കേണ്ടത് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മൾ കുറച്ച് താണു കൊടുക്കുക അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലാതെ ഇരിക്കുക, അതൊക്കെ കാണാനാണ് ആളുകൾ കൂടുതലുണ്ടാവുക. അതായത് നമ്മളെ തളർത്താനായിരിക്കും ആളുകൾ കൂടുതലുണ്ടാവുക. നീ ഓക്കെയാണ്, നീ പൊളിയാണ്, നീ അടിപൊളിയാണെന്ന് പറയാൻ ആളുകൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൊളിയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. കഴിച്ചിട്ടും വലിയിട്ടും കറുത്തിട്ടും വെളുത്തിട്ടും നീളമുള്ള ആളും നീളമില്ലാത്ത ആളും അതൊന്നും ഒരു മാറ്ററല്ല. നമ്മൾ ഓക്കെയാണോ, നമുക്ക് കംഫർട്ടാണോ, സോ നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. മറ്റാരെ ഹേർട്ട് ചെയ്യാതെ നമുക്കെന്തും ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ ബാക്കി, അതായത് ഡ്രസ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.